ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന മിക്ക എക്സിറ്റ് പോൾ ഫലങ്ങളും ബിജെപിക്കായിരുന്നു മുൻതൂക്കം പ്രവചിച്ചിരുന്നത്. പീപ്പിൾസ് ഇൻസൈറ്റ്, പീപ്പിൾസ് പൾസ്, ചാണക്യ സ്ട്രാറ്റജീസ്, JVC തുടങ്ങിയവയെല്ലാം ബിജെപി 2.5 പതിറ്റാണ്ടിന് ശേഷം രാജ്യതലസ്ഥാനത്ത് അധികാരത്തിൽ എത്തും എന്നായിരുന്നു പ്രവചിച്ചിരുന്നത്. അതേസമയം എക്സിറ്റ് പോൾ പ്രവചനത്തിലെ പ്രധാനികളായ ആക്സിസ് മൈ ഇന്ത്യ ഇന്നലെ എക്സിറ്റ് പോളുകൾ പുറത്തുവിട്ടിരുന്നില്ല. കൂടുതൽ വിശകലനം നടത്തി ഇന്ന് എക്സിറ്റ് പോൾ പുറത്തുവിടുമെന്നാണ് പറഞ്ഞിരുന്നത്. ഡൽഹിയിൽ ബിജെപിയുടെ വലിയ വിജയമുണ്ടാകുമെന്നാണ് ആക്സിസ് മൈ ഇന്ത്യയുടെ പ്രവചനം. 70 അംഗ നിയമസഭയിൽ 45 മുതൽ 55 വരെ സീറ്റുകൾ ബിജെപിക്ക് ലഭിക്കുമെന്നാണ് ആക്സിസ് മൈ ഇന്ത്യയുടെ പ്രവചനം. 2013 മുതൽ അധികാരത്തിലിരിക്കുന്ന ആം ആദ്മി പാർട്ടിക്ക് 15 മുതൽ 25 വരെ സീറ്റ് നേടുമ്പോൾ കോൺഗ്രസിന് പരമാവധി 1 സീറ്റ് ലഭിക്കുമെന്നാണ് പ്രവചനം. അതേസമയം ബിജെപിക്ക് മുന്നേറ്റം പ്രവചിക്കുമ്പോഴും ഡൽഹിയിലെ ജനങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ആദ്യ ചോയ്സ് AAPയുടെ അരവിന്ദ് കെജ്രിവാളാണ് എന്നും എക്സിറ്റ് പോൾ വ്യക്തമാക്കുന്നുണ്ട്. തൊട്ടു പിന്നാലെ ബിജെപിയുടെ പർവേഷ് വർമ്മയും മനോജ് തിവാരിയുമാണ് ഉള്ളത്. ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ പ്രകാരം ന്യൂഡൽഹി ജില്ലയിലെ 10 സീറ്റുകളിൽ ബിജെപിക്ക് 7 സീറ്റ് ലഭിക്കും. ആം ആദ്മി 3 സീറ്റുകളും നേടുമെന്നാണ് പ്രവചനം. ആം ആദ്മി നേതാവും മുൻ ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ ന്യൂഡൽഹി മണ്ഡലത്തിൽ നിന്നാണ് മത്സരിച്ചത്. നോർത്ത് ഈസ്റ്റ് ഡൽഹി ജില്ലയിൽ 10ൽ 6 എണ്ണം ബിജെപി നേടുമെന്നും AAP 4 എണ്ണം നേടുമെന്നും എക്സിറ്റ് പോൾ പ്രവചിക്കുന്നുണ്ട്. സൗത്ത് ഈസ്റ്റ് ഡൽഹി ജില്ലയിൽ ബിജെപിയും AAPയും 5 സീറ്റുകൾ വീതം നേടുമെന്നാണ് പ്രവചനം. ഇന്നലെ പുറത്തുവന്ന എക്സിറ്റ് പോളുകളിൽ വിപ്രൈസൈഡ്, മൈൻഡ് ബ്രിങ്ക് എന്നീ 2 സർവേകൾ മാത്രമാണ് AAPക്ക് വിജയം പ്രവചിച്ചത്. അതേസമയം എല്ലാ എക്സിറ്റ് പോളുകളും കോൺഗ്രസിന് നാണം കെട്ട തോൽവിയാണ് പ്രവചിക്കുന്നത്. പരമാവധി 3 സീറ്റാണ് കോൺഗ്രസിന് എല്ലാ സർവേകളും പ്രവചിച്ചിരിക്കുന്നത്. ബുധനാഴ്ച നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 60.10% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. അതേസമയം 1998 മുതൽ 2013 വരെ ഡൽഹി ഭരിച്ച കോൺഗ്രസിന് 2015ലും 2020ലും നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ 1 സീറ്റ് പോലും നേടാനായിരുന്നില്ല. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും ബിജെപിക്ക് മുൻതൂക്കം എന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. ആം ആദ്മി പാർട്ടിക്ക് മുൻതൂക്കം പ്രവചിച്ചത് മൈൻഡ് ബ്രിങ്ക് എക്സിറ്റ് പോൾ മാത്രമാണ്. AAP 44 മുതൽ 49 വരെ സീറ്റുകൾ നേടുമെന്നാണ് മൈൻഡ് ബ്രിങ്ക് എക്സിറ്റ് പോൾ പ്രവചനം. മാട്രിക്സ് മാത്രമാണ് AAPയും ബിജെപിയും തമ്മിൽ കടുത്ത മത്സരം പ്രവചിക്കുന്നത്. മറ്റെല്ലാ എക്സിറ്റ് പോളുകളും ഡൽഹിയിൽ 27 വർഷത്തിന് ശേഷം ബിജെപി അധികാരത്തിലേറുമെന്നും പ്രവചിക്കുന്നുണ്ട്. പീപ്പിൾസ് പൾസ് ബിജെപിക്ക് വൻ വിജയമാണ് പ്രവചിച്ചത്. ബിജെപി 51 മുതൽ 60 വരെ സീറ്റുകൾ നേടുമെന്നാണ് എക്സിറ്റ് പോൾ പറയുന്നത്. ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് ഫെബ്രുവരി 5-നായിരുന്നു. നാളെ ഫലം പ്രഖ്യാപിക്കും.